ഹലോ, വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മദേഴ്സ് ഡേ എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അമ്മമാർക്കും ഹൃദയം നിറഞ്ഞ മദേഴ്സ് ഡേ ആശംസകൾ. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയിട്ട് എല്ലാ അമ്മമാർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. സൂപ്പർബായിരിക്കും ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നല്ല പോലെ ഒരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ, നല്ല രീതിയിൽ അമ്മമാർക്കുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ്. സോ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും പ്രോപ്പറായിട്ട് എല്ലാവരും വാച്ച് ചെയ്യുന്നവരാണ്. ഒരുപാട് നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ റിപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാറ്റണം. അപ്പോൾ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ എല്ലാ അമ്മമാരും അങ്ങനെ സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ്. എപ്പോഴും പറയും ഓരോ വീഡിയോയും ഭയങ്കര സ്പെഷ്യലാണെന്ന്. ബട്ട് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ മോർ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന്. അത്രയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം. ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മളുടെ ശരീരം എസ്പെഷ്യലി ലേഡീസിനെ സംബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസ്. ഇപ്പോൾ നമുക്ക് 16 വയസ്സിലുള്ള ഒരു 16 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഹോർമോണൽ ചേഞ്ചസ് സംഭവിച്ച് ഏജ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾക്ക് ബോഡിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ദെൻ അത് കഴിയുമ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ചാലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ ഒരു 45 ആഫ്റ്റർ 45 നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ സ്കിന്നിനെ നോക്കിക്കഴിഞ്ഞാൽ റിങ്കിൾസും ഡ്രൈനെസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഓരോ ടൈമിലും നമ്മൾ എത്രത്തോളം കെയർ ചെയ്താൽ പോലും ഒരു ഇത്ര പെർസെൻറ്റേജൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് ഉള്ളപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാലോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ, അതായത് നമുക്കെപ്പോഴും എല്ലാവർക്കും ഏത് പ്രായത്തിലും നമുക്ക് ആഗ്രഹം എന്താണ്, നമ്മളെ കാണുമ്പോൾ നമ്മൾ ഭംഗിയായിട്ടിരിക്കണം, നമ്മളെ കണ്ടാൽ ഓക്കെ ഞാൻ ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നണം അല്ലേ. ആ രീതി നമുക്ക് എത്ര വേണമെങ്കിലും ഏജ് ആയിക്കോട്ടെ. സോ ഏജ് എന്നുള്ളതൊരു വിഷയമൊന്നുമല്ല. സോ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ബോധേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളെ കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ആയിരിക്കണം, ഞാൻ എപ്പോഴും എന്നെ കണ്ട ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടായാൽ തന്നെ സത്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പോലും പറ്റും. കാരണം നമ്മൾ പല ആൾക്കാരും സ്വന്തമായിട്ട് കണ്ടിട്ട് പറയും ഞാൻ എന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഓക്കെ ആയിട്ട് തോന്നുന്നില്ല, പിന്നെ എങ്ങനെയാണ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അതൊക്കെ നമുക്ക് തോന്നുന്നത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ടിട്ട് നമ്മളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ഞാൻ ബെറ്ററാണ്, ഞാൻ ബെസ്റ്റാണ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണം. നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നോ ഹെയറോ അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തോ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മളുടേതായ ഒരു ലൈഫ് ഈ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കുക, അല്ലെങ്കിൽ ഫാമിലി കാര്യങ്ങൾ അത് മാത്രമായിട്ട് പോകാതെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയും കൂടി നമ്മൾ ടൈം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടണോ എന്നുള്ളത് കേൾക്കണ്ട. ഞാൻ മാക്സിമം നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ വീഡിയോ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇന്നൊരു സൂപ്പറായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ജേഡ് റോളർ. ഇതെല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഇത് ഞാനൊരു കമ്പനി പ്രൊമോഷനൊന്നുമല്ല കേട്ടോ. ഇത് കമ്പനിയൊന്നും ഞാൻ പറയണമെന്നില്ല, ഞാൻ പറയുന്നുമില്ല, ഇത് ചോദിക്കരുത്. കാരണം ഇത് നല്ലത് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന കമ്പനി മാത്രമായിട്ട് ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇവരുടെ ഇതൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഞാൻ വാങ്ങിച്ചു. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയും കൂടി വേണമല്ലോ എന്നുള്ള രീതിയിൽ. കാരണം ഒരുപാട് പേര് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഈ ജെയ്ഡ് റോളർ, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. പ്ലസ് നമുക്ക് ആൻറ്റി ഏജിങ്ങിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു റോളറും കൂടി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. നമുക്ക് റിങ്കിൾസ് ഉള്ളവർ ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പ്ലസ് നല്ല പെൻട്രേഷനാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും സ്കിന്നിലേക്ക് 100% അബ്സോർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൺഈവൺ സ്കിൻ ടോണിനൊക്കെ നമുക്ക് ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും. എന്താ പറയുക, നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു റിങ്കിൾസ് വരുന്നതിനെ പോലും നമുക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ ഡെയിലി വൈസ് യൂസ് ചെയ്യുവാണെങ്കിൽ നടക്കും കേട്ടോ. പിന്നെ നമുക്കറിയാം ഇതുപോലത്തെ ജെയ്ഡ് റോളർ എല്ലാം തന്നെ ഇതിൻ്റെ സ്റ്റോണാണ്. ജെയ്ഡ് റോളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ സ്റ്റോൺ കൊണ്ടുള്ള റോളറാണ്. സോ ഇതുപോലത്തെ ഈ റോളർ എന്ന് പറയുമ്പോൾ
ചില അവിടെ ഫേക്കായിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഇത് ഒറിജിനൽ സ്റ്റോൺ ആയിരിക്കണം എന്നില്ല. അപ്പോൾ മാക്സിമം ഒറിജിനൽ നമുക്ക് 250 റുപ്പീസിനൊക്കെ നിങ്ങൾ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അതൊന്നും ഒറിജിനൽ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഒറിജിനൽ വാങ്ങിക്കുക. ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്കിതിനകത്ത് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, അവരുടെ സർട്ടിഫിക്കേഷനൊക്കെ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ കാരണം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റോണിൻ്റെ സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് അത്രയും ഗ്യാരണ്ടി പറയുന്നത് കൊണ്ടാണ് ഞാനും വാങ്ങിച്ചത്. സോ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണം, എപ്പോൾ യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി യൂസ് ചെയ്യേണ്ടത് ഇത് ഓൺ ഓഫ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചാർജിലൊക്കെ ഇട്ട് നമ്മൾ ചാർജ്, പക്ഷേ ഇതിനകത്ത് ചാർജറായിട്ട് സെപ്പറേറ്റ് ഇല്ല. ഇത് 1 ഇയർ വാറൻറ്റി ഉണ്ട്. ജസ്റ്റ് നമുക്കിങ്ങനെ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ജസ്റ്റ് ഒരു വൈബ്രേഷനാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഈ നമുക്കറിയാം ഇനി അത് ഭയങ്കര ഒരു കൂളിംഗ് ആണ് കേട്ടോ. ഈ സ്റ്റോൺ ഭയങ്കര കൂളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇത് ഓണായിട്ടുണ്ട്. എൻ്റെ ദൈവം, നല്ല കൂളിംഗ് ആണ് ഈ സ്റ്റോണിന്. അപ്പോൾ ഇങ്ങനെ നല്ല കൂളായിരിക്കും. നമുക്ക് ഈ സ്റ്റോൺ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ആണോ എന്ന് അറിയേണ്ടത്. നമുക്കിതുപോലെ നല്ലപോലെ കൂളാവുന്നുണ്ടെങ്കിൽ നമുക്കിത് ഒറിജിനൽ സ്റ്റോൺ ആണെന്നുള്ളതാണ്. സോ നമുക്കിനി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനും കൂടെയുണ്ട്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ ആണെങ്കിലും നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഇടുമല്ലോ. മോയ്സ്ചറൈസറൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിതുപോലെ ജെൽ റോളർ കൊണ്ട് ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊരു മസാജ് കൊടുത്താലും നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ ചെയ്യേണ്ടത് നൈറ്റ് ടൈം. ഓക്കെ, നൈറ്റ് നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടുന്നു എങ്കിൽ ദെൻ ആഫ്റ്റർ നമ്മൾ ഇതുകൊണ്ട് ഒരു 5 to 10 മിനിറ്റ്സ് മസാജും കൂടി കൊടുക്കാൻ പറ്റിയാൽ സൂപ്പറായിട്ടുള്ള റിസൾട്ടായിരിക്കും. ഞാൻ മസാജ് പല രീതിയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. സോ അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ജെൽ റോളർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് യൂസ് ചെയ്യുക. നമ്മളുടെ കണ്ണിനടിയിലുള്ള പഫിനെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. എപ്പോഴും എന്നോട് പറയാം അൺഡ്രൈ ക്രീം പറഞ്ഞു തരണം, അല്ലെങ്കിൽ അൺഡ്രൈ പ്രൊഡക്റ്റ്, കണ്ണിനടിയിൽ ഭയങ്കര പഫിനെസ്സാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഈ ഒരു റോളർ ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനിയൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു നോബും കൂടി വരുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മാക്സിമം പെനിട്രേഷന് വേണ്ടിയിട്ടാണ്. നമ്മളിത് നല്ല വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മളിത് കൊടുത്തിട്ട് നമ്മൾ സിറം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഫേഷ്യലൊക്കെ ചെയ്യുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം പെനിട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നോബ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിനി നോക്കാം ഈ റോളർ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ആർക്കെങ്കിലും ബോറടിക്കുവാണെങ്കിൽ എനിക്കറിയില്ല, കാരണം എന്തോ ഇത്രയും സമയം വലിച്ചു നീട്ടുന്നു, നിങ്ങൾ എന്താ പറയുക, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിങ് അറിയാം. മസാജിങ് പോയിൻറ്റ്സും അത് ഏതൊക്കെ പോയിൻറ്റിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടി കാണിച്ചു തരാമാണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്, ഞാൻ ഓൾറെഡി ഇതൊക്കെ ചെയ്തതാണ്, എന്നാലും അതേ സൺസ്ക്രീനൊക്കെ കൊടുത്ത ഫേസാണ്, ബട്ട് ഞാൻ ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറച്ചൊന്ന് വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് ഓൺ ഓഫ്, ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജ്വാലൈൻ ആദ്യം കൊടുക്കുക. ഇത് നല്ല പോലെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എപ്പോഴും നമുക്കറിയാം ജോ ലൈൻ്റെ പോർഷൻ എപ്പോഴും ഈ ഒരു മെത്തേഡിലായിരിക്കണം കേട്ടോ. ഇങ്ങനെ വേണം നമുക്ക് എപ്പോഴും ജോ ലൈൻ കൊടുക്കാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിപ്പിൻ്റെ ചുറ്റുമാണെന്നുണ്ടെങ്കിൽ അപ്പർ ലിപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴെ ഇങ്ങനെ ഞാൻ ഓരോടെയും ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഒരു ഇത് കാണിക്കുവാണേ. ഈ ഒരു രീതി അപ്പർ ലിപ്പ് ഒരിക്കലും ഇങ്ങനെ കൊടുക്കരുത്, അപ്പലേക്ക് കൊടുക്കരുത്, ഇങ്ങനെയായിരിക്കണം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫേഷ്യൽ ഏരിയ ചീക്കിൻ്റെ ഭാഗത്ത് നോർമലി നമുക്കറിയാം ഈ ഒരു രീതിയിൽ തന്നെയാണ് കൊടുക്കുക എന്നുള്ളത്.
ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഏരിയ ചീക്കിൻ്റെ ഏരിയ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഐൻ്റെ താഴെ ഇങ്ങനെ. പിന്നെ എപ്പോഴും നമുക്ക് ഐ പഫ്നെസ് കുറയ്ക്കാനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇന്നറിന്ന് ഔട്ടറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം. ഇന്നറിന്ന് ഈ ഒരു രീതിയിൽ ഔട്ടറിലേക്ക് കൊണ്ടുവരിക. ഒരിക്കലും ഔട്ടറിൽ നിന്ന് ഇന്നറിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇങ്ങനെ പതുക്കെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമ്മളുടെ മാക്സിമം ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ഫോർഹെഡ് ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആദ്യം മിഡിൽ പോർഷൻ ഇങ്ങനെ മേളിലേക്ക് ചെയ്യാം. കാരണം മിക്ക ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ എന്തിനാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ഇതുപോലെ ഫോർഹെഡിൻ്റെ 2 ഭാഗവും ഇതുപോലെ പുറത്തോട്ട്. ഓരോ കാര്യങ്ങളും നിങ്ങൾ 5 to 10 minutes, അതായത് 10 times എങ്കിലും ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഈ ചുളിവുകളെല്ലാം മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്. സോ അതുപോലെ നമ്മളുടെ ഈ ഇവിടെ ചിഹ്നൻ്റെ ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. മാക്സിമം ഈ രീതിയിലായിരിക്കണേ. അപ്പോൾ ഡബിൾ ചിഹ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഫേസിന് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലസ് അതുപോലെ റിങ്കിൾസ് കുറയ്ക്കാൻ പറ്റും, ഡ്രൈനെസ് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ എനിക്കിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതുപോലെ നോസിൻ്റെ ഏരിയ നമുക്ക് ഇങ്ങനെയായിരിക്കണേ. താഴെ ഇവിടെ നിന്ന് മേളിലേക്കല്ല, മേളിൽ നിന്ന് താഴേക്ക്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ ഐബ്രോൻ്റെ ഇവിടെ നമുക്കറിയാമല്ലോ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതും ഇതുപോലെ പുറത്തേക്ക് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഈ ഐബ്രോൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ജെയ്ഡ് റോളർ യൂസ് ചെയ്യേണ്ടത്. സോ മനസ്സിലായോ? ഓക്കെ. അപ്പം ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ നമുക്ക് ഞാൻ വേറൊരു നോബ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇതാണ് കേട്ടോ. അത് നമുക്ക് അത് കണ്ടില്ലേ, പ്രൊഡക്റ്റൊക്കെ നല്ലപോലെ പെൻട്രേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഡീപ്പ് പെൻട്രേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മസാജൊക്കെ ചെയ്യുമല്ലോ, ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ജെല്ലൊക്കെ മാക്സിമം സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനും നമുക്ക് ഈ ഒരു നോബ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും വാങ്ങിക്കണോ ചോദിച്ചാൽ നിർബന്ധമായിട്ട് എന്നുള്ളതല്ല, പക്ഷേ നിങ്ങളിത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതെന്താണെന്ന് അറിയാതിരിക്കാൻ പാടില്ല. എനിക്കത് നിർബന്ധമാണ്. സോ നമ്മളുടെ
എന്താ പറയുക, എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ നോളേജും മാക്സിമം ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ മേടിക്കുവാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ, നമുക്കത് പ്രോപ്പറായിട്ട് നമ്മളൊക്കെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒറിജിനൽ സ്റ്റോണാണ്. ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെ കാണിച്ചു. ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് നെയിമൊന്നും പറയുന്നില്ല, കാരണം പല ഇതും ഉണ്ട്. അപ്പോൾ മാം ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതെല്ലാം തന്നെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് വായിച്ചിട്ട് അറിയാത്തവർക്കാണെങ്കിൽ അതുപോലെയും ചെയ്യാം. ഇത് ഇതിൻ്റെ വാറൻറ്റി കാർഡാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. സോ നല്ല എപ്പോഴും നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് പ്രായമായി ഒന്നിനും പറ്റില്ല അങ്ങനത്തെ തോന്നലൊന്നും ഇല്ലാതെ എപ്പോഴും നമ്മളെ ഏത് പ്രായത്തിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇതൊക്കെ നിർബന്ധമാണോ വെച്ചാൽ ഞാൻ ഒരിക്കലും നിർബന്ധമാണെന്നൊന്നും പറയില്ല, പക്ഷെ ചെയ്താൽ ബെറ്ററാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് മാക്സിമം ഇതുപോലെ നൈറ്റ് ടൈം ഒരു 10 മിനിറ്റ് ഇത് വെച്ചിട്ടൊക്കെ മസാജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു റിങ്കിൾസിനെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സ്കിൻ പിന്നെ എപ്പോഴും ഗ്ലോ ആയിരിക്കും, കാരണം നമുക്ക് അത്രയും നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചറൈസർ എല്ലാം തന്നെ സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റിസൾട്ട് നമുക്ക് കൂടുതൽ കിട്ടും. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.